ഒരുപാട് പുതിയ സിംഗേഴ്സ് പറയാറുണ്ട് സീനിയർ സിംഗേഴ്സിനോടൊപ്പം പാടുമ്പോൾ ഒരു ഭയമാണ്, അവരുടെ മുൻപിൽ പാടുമ്പോൾ പേടിയാണ്. പക്ഷെ ചിത്രമ്മയെ കുറിച്ച് അങ്ങനെ പറയണ ആരും കേൾക്കാറില്ല. ചേച്ചി നമുക്കൊരു ധൈര്യമാണ്, ഭയമല്ല. ഏറ്റവും വലിയ ധൈര്യമാണ് ചേച്ചി തരുന്നത് നമുക്ക്. ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് പാടുന്നുണ്ടെങ്കിൽ അതിനുള്ള ധൈര്യം മുഴുവൻ തരുന്നത് ചേച്ചിയാണ്. അപ്പോൾ ഒരിക്കലും ചേച്ചിയെ പറ്റി അങ്ങനെ പറയരുത്, ധൈര്യമാണ് ചേച്ചി. അതെ, ഞാൻ ചിത്രേച്ചിയെടുത്ത് ചോദിച്ചു, ചേച്ചി ഇവരെ ചേച്ചി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞു. അവർക്ക് അവരുടേതായ പ്രാധാന്യം കൊടുത്ത് ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ ഇപ്പോൾ ചെയ്തു, അത് കഴിഞ്ഞ് ഞങ്ങൾ മാനേജ് ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. അത്രത്തോളം പ്രാധാന്യമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ചേച്ചി അവിടെ ഇരുന്ന് കോറസ് പാടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എത്ര സിൻസിയറായിട്ടാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ധൈര്യം എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ നിങ്ങൾ നേരിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. പല ആളുകളും കോറസ് എന്ന് പറയുന്നത് ഒരു വളരെ കുറച്ച് താഴ്ന്ന ഒരു ജോലിയായിട്ടാണ് പാട്ടിൽ കരുതാറ് ചില ആളുകൾ. പക്ഷെ ചേച്ചി അതൊന്നുമല്ല. ചേച്ചിയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അത് സത്യം പറഞ്ഞാൽ ചേച്ചിയോടൊപ്പം 18 വർഷത്തോളമായി ഞാൻ ചേച്ചിയോടൊപ്പം. അത് ഒരു വലിയ ഓണറായിട്ടാണ് ചേച്ചി ചെയ്യാറ്. ആ പാട്ടിന് പഠിക്കുകയും ആ പാട്ടിൻ്റെ കോറസ് പ്രത്യേകമായി എഴുതി വെച്ച് പാടിത്തരും ഞങ്ങൾക്ക് എല്ലാവർക്കും. അതാരും ചേച്ചിയോട് പറഞ്ഞിട്ടല്ല, ചേച്ചിയുടെ മനസ്സാണത്. താങ്ക് യു സോ മച്ച്. ലവ് യു ചേച്ചി. നിഷാദിന് തരാൻ ചേച്ചി ഒരു സമ്മാനം കൂടെ തന്നിട്ടുണ്ട്. ഒന്ന് വരൂ. ഇത്രയൊക്കെ ചേച്ചിയെക്കുറിച്ച് പറയേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു അടി തരണേ എന്ന് പറഞ്ഞു വിട്ടു എൻ്റെ അടുത്ത്. അപ്പോൾ അടിയും കൂടെ ഞാൻ തന്നിട്ടുണ്ട്. കയ്യോടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഫാൻ ബോയ് മൊമെൻ്റ് ആണ് ഈ വേദിയിൽ ഇനി അരങ്ങേറാൻ പോകുന്നത്. ചിത്രമ്മയുടെ ഏറ്റവും വലിയ ഫാൻ എന്ന് തന്നെ നമുക്ക് പറയാം. മറ്റാരുമല്ല, കൗമുദി കുടുംബത്തിലെ തന്നെ ഒരു അംഗമാണ്. കൗമുദിയുടെ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ശ്രീ വിശാഖ് ചിത്രാമ്മയുടെ വലിയ ആരാധകനാണ് കേട്ടോ. എന്നിട്ട് ചിത്രാമ്മയുടെ നല്ലൊരു പെയിന്റിങ് വരച്ചിട്ടുണ്ട്. അത് ചിത്രാമ്മയ്ക്ക് കൈമാറണം എന്ന് ഭയങ്കരമായ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ശ്രീ വിശാഖിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ദിസ് ഇസ് കൗമുദീസ് ഫാൻ ബോയ് മൊമെന്റ്സ്. ഒരു വലിയ കയ്യടി ആവാം. മനോഹരം അല്ലേ? വിശാഖ് അസലായിട്ട് വരച്ചിട്ടുണ്ട്. നല്ലൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് അറിയപ്പെടാനുള്ള ഈശ്വരൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാകട്ടെ. ഇനിയും ഒരുപാട് വരയ്ക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. നല്ല ബ്യൂട്ടിഫുൾ പെയിന്റിംഗ് ആണ്. ശ്രീ വിശാഖ് ഇത് ചെയ്യാൻ എത്ര ദിവസം എടുത്തു, അല്ലെങ്കിൽ എത്ര സമയം എടുത്തു? 3 ദിവസം. ഓക്കെ, ഒരു വലിയ കയ്യടി കലാകാരന് ശ്രീ വിശാഖ്.